സർ, എൻ്റെ പേര് ഹമീദത്ത്. സോ എൻ്റെ ചോദ്യം, ഈ അടുത്ത് ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തിരുന്നു. ഹാരാസ്മെന്റ് ഫേക്ക് അക്യൂസേഷൻ മൂലം. സോ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെന്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ വെക്കുമ്പോൾ കൂടുതൽ വരുന്ന സ്ത്രീകളും സ്ത്രീ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും സാറ് പറഞ്ഞ പോലെ, ബട്ട് പുരുഷന്മാർ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് അവയർനെസ്സിന് വരുന്നത് വളരെയധികം കുറവാണ്. സോ അതിന് സാറിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ലോൺലിനെസ് എന്ന് പറയുന്നത് ഇന്ന് വലിയ സബ്ജക്റ്റാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിപ്രഷൻ എല്ലാം ഉണ്ട്. അതിലൊരു ജെൻഡർ ഇഷ്യൂ ഒന്നുമില്ല. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എന്താണ് നോർമൽ അബ്നോർമൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നോർമലും അബ്നോർമലിടയിൽ ചെറിയൊരു ലൈൻ മാത്രമേ ഉള്ളൂ, ചെറിയൊരു ലൈൻ. നോർമലാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കില്ലേ? രാത്രിയാകുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം അബ്നോർമലായിട്ട് പെരുമാറിയിട്ടുണ്ട്. ആവശ്യം ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, പബ്ലിക്കിനോടൊക്കെ നമ്മൾ ചില സമയത്ത് അബ്നോർമലായിട്ട് പെരുമാറുന്നുണ്ട്. റിലീജിയൻസൊക്കെ കൂടുതൽ ആളുകൾക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം. സംഭവം നമുക്ക് നന്നായി നടത്തിക്കൊണ്ടു പോകണമെങ്കിലും ടീം ബിൽഡ് ചെയ്യണം. പഴയ പോലെയല്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ടീം ബിൽഡ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? ടീം ബിൽഡ് ചെയ്യണം. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ടു സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൗണ്ട് യു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മോശം ആളെ സെലക്ട് ചെയ്താൽ നമ്മുടെ പണി തീർന്നു, നമ്മളെ കൊണ്ട് ആൾ പോകും. റൈറ്റ് പേഴ്സൺസ്, നമുക്ക് പറ്റിയ ആളുകളെ നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ആ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ടീം കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ പല സെക്ടറിലും പല രീതിയിൽ ആത്മവിശ്വാസം. റൈസ് ചെയ്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് പല വഴികളുണ്ട്. ആ പല മെത്തേഡ് തേടിയിട്ട് നമുക്കതിനെ മറികടക്കണം. നമുക്ക് പുരുഷന്മാർ വരാതിരിക്കണ വെറുതെ, പുരുഷന്മാർക്ക് നല്ല ഡിപ്രഷനും ഭയങ്കര കുഴപ്പമുണ്ട്, അത് അഭിനയിക്കുന്നതാണ്. ഇല്ല എന്നൊക്കെ ചുമ്മാ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.